Good morning, my dears. Today our topic production and cost analysis എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് മാനേജീരിയൽ എക്കണോമിക്സിലെ തേർഡ് മൊഡ്യൂളും അതേപോലെ തന്നെ തേർഡ് ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. ദെൻ ഇവിടെ വാട്ട് ഈസ് മെൻ ബൈ പ്രൊഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ്, അത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ? പ്രൊഡക്ഷൻ സിംപിളി മീൻസ് കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് അതായത് റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിങ്ങിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും എക്കണോമിക്കൽ ആവുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. പ്രൊഡക്ഷൻ അതുപോലെ തന്നെ കോസ്റ്റ് തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. എത്ര വോള്യൂം ഓഫ് ഔട്ട്പുട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ്? ദ എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ആസ് കോസ്റ്റ്. എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ആസ് കോസ്റ്റ്. എക്സ്പെൻസസ് എത്രമാത്രം എക്സ്പെൻസ് ആവുന്നുണ്ട്, അത് എത്രമാത്രം എക്സ്പെൻസ് ഉണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ രണ്ട് ടേമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ്. Production means conversion of raw material into finished product. Conversion of input into output is called as production. അതിന് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷനെ കുറിച്ചും അതേപോലെ തന്നെ ചില തിയറീസ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങളുണ്ട്, ലോസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് മീനിങ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ അതിലെ production simply means conversion of input into output. All those things which a firm buys and employs to produce a particular product are known as input. അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all those things which a firm buys and employs to produce a particular product are known as input. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന റിസോഴ്സസ് ആൻഡ് തിങ്സ് അതെന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആർ നോൺ ആസ് ഔട്ട്പുട്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ടിനെയാണ്, ഫൈനൽ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ദ പ്രൊഡക്ഷൻ ഈസ് ദ ആക്ടിവിറ്റി ദാറ്റ് ക്രിയേറ്റ്സ് ആഡ്സ് യൂട്ടിലിറ്റി ആൻഡ് വാല്യൂ. അതിൽ നിന്ന് ദെൻ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്കത് ദാറ്റ് ക്രിയേറ്റ്സ് യൂട്ടിലിറ്റി ആൻഡ് വാല്യൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ദെൻ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. എന്താണ് ഈ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയാം? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിൻ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അതായത് നമുക്ക് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ഒരു പോയിൻ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിലെ ദ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ഹിസ് സാറ്റിസ്ഫാക്ഷൻ ഈസ് മാക്സിമം. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിൽ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ഹിസ് സാറ്റിസ്ഫാക്ഷൻ ഈസ് മാക്സിമം. അതായത് ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്രമാത്രം അയാൾ സാറ്റിസ്ഫൈഡ് ആണോ ആ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്? ദാറ്റ് പോയിൻ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിൻ്റ്. സെയിം ടൈം പ്രൊഡ്യൂസർ ഈസ് ഇൻ ദ ഇക്വിലിബ്രിയം വെൻ ഹിസ് പ്രോഫിറ്റ് ആർ മാക്സിമം. പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ദെൻ മാക്സിമം പ്രോഫിറ്റ്, പ്രൊഡ്യൂസർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ഹിസ് പ്രോഫിറ്റ് ആർ മാക്സിമം. ആ പ്രോഫിറ്റ് മാർജിനിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പോയിൻ്റാണ് അവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. When the producer produces a level of output at which his profit are maximum, he would like to stay there. In other words, he is in equilibrium. The conditions for producer's equilibrium is MC is equal to MR. എംസിയും എംആറും ഈക്വലൈസ് ചെയ്യുന്ന പോയിൻ്റിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ഈസ് MC, മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ദാറ്റ് പോയിൻ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. ദെൻ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചില ഇൻപുട്സുകളെല്ലാം വളരെ ശരിയായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണത് മിക്സ് ചെയ്യേണ്ടത്? ഒരു പ്രൊഡ്യൂസർക്ക് ഈ എടുക്കുന്ന എല്ലാ ഇൻപുട്സും ശരിയായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്താലാണ് അദ്ദേഹത്തിന് ലാഭകരമാവുന്ന രീതിയിൽ. അവിടെ പറയുന്നത് MC ഈസ് ഈക്വൽ ടു MR എന്ന് പറയുന്ന പോയിൻ്റാണ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് പ്രൊഡക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മളിത് പഠിക്കാനായിട്ട്. ദെൻ പ്രൊഡക്ഷൻ അനാലിസിസിനെ കുറിച്ച് പഠിക്കാനായിട്ട്. പ്രൊഡക്ഷൻ ക്യാൻ ഓൾസോ ബി സീൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. അത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രൊഡക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്.
Production is the process of producing goods and services by combining various factors of production. Production means producing goods and services. Production എന്ന് പറയുമ്പോൾ producing goods and services, സാധനങ്ങളോ സേവനങ്ങളോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Then next one is various factors of production. Next topic, factors of ഈ ചാപ്റ്ററിലെ what is meant by production, conversion of raw material into finished product, that is called as production. The next topic is what is meant by factors of production. പഠിച്ചിട്ടുണ്ടാവും, +2 ലെവലിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് factors of production. And then the 4 factors of production are land, labor, capital and organization. ഏതൊക്കെയാണ് factors of production? Land, labor, capital, organization. Land, labor, capital, organization. Land, labor, capital, organization, that is called as factors of production. Then ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ദെൻ അതിൽ ചില ഫാക്ടേഴ്സ് ഓഫ് അതിനെ സ്വാധീനിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. Then the factors of production may be defined as resources used in production. എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ റിസോഴ്സസിനെയാണ് നമ്മൾ എന്താ പറയുക ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ പറയുക, എനിത്തിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ, എനിത്തിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്സ് ഏതൊക്കെയാണോ അതിനെയാണ് നമ്മൾ എന്താ പറയുക ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദ റിസോഴ്സസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ given product are called as factors of production. These are the input required for the production of goods and services. That means what is meant by factors of production? That is anything that is used in production is called as factors of production. Then components of factors of production, anything എന്തൊക്കെയാണ് റിസോഴ്സസ്, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതായത് ലാൻഡ് എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ടായിരിക്കണം, ലേബർ എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ടായിരിക്കണം, ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതേസമയം ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യാനായിട്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു എൻട്രപ്രണർ ഉണ്ടായിരിക്കണം. ദറ്റ് ഈസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ്, ഇനി ഓരോ എലമെൻറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്, ഓരോ റിസോഴ്സസിനും ഇൻഡിവിജ്വലി നമ്മൾ പഠിക്കുകയാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ലാൻഡ്. ലാൻഡ് റെഫേഴ്സ് ടു ഓൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ, surface, soil, water, sunshine and minerals below the surface can be described as a land. The fact the entire ecosystem that is enables the production can be called as land. ഇവിടെ ലാൻഡ് എന്ന് പറയുന്നത്, ലാൻഡ് ഇൻ എക്കണോമിക്സ് ഇസ് നോട്ട് മീൻ സർഫേസ്, സോയിൽ ആൻഡ് ലാൻഡ്. സാധാരണ രീതിയിൽ നമ്മൾ എക്കണോമിക്സിൽ ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഭൂമി എന്നുള്ള ഒരു മണ്ണ്, അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്കണോമിക്സിൽ ലാൻഡ് റെഫേഴ്സ് ടു ഗിഫ്റ്റ് ഓഫ് നേച്ചർ, സർഫേസ് ഓഫ് സോയിൽ, വാട്ടർ, സൺഷൈൻ, മിനറൽസ് ബിലോ ദ സർഫേസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ലാൻഡ്. നമുക്ക് ഭൂമിയിൽ നിന്ന് എന്തൊക്കെയാണ് അവൈലബിൾ ആവുന്നത് അതെല്ലാം അതെന്താണെന്ന് പറയാം. ദെൻ ലാൻഡ് എന്നുള്ള പെർവിയിലാണ് വരിക. ഇൻഫാക്ട് ദ എൻറ്റയർ എക്കോസിസ്റ്റം ദാറ്റ് എനേബിൾസ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വാട്ടർ വേണം, ദെൻ അതുപോലെ തന്നെ മിനറൽസ് വേണം, അല്ലെങ്കിൽ സൺഷൈൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് നാച്ചുറലായിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് അതെല്ലാം നമുക്ക് അവിടെ എന്തെന്ന് പറയാനായിട്ട് സാധിക്കും, ലാൻഡ് എന്ന് പറയുന്ന ഒരൊറ്റ ടൈമിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ അവിടെ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻഡ്. ലാൻഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്? ദെൻ ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് ഈസ് എ ബൗണ്ടസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. അത് ശരിക്കും പ്രകൃതിയുടെ ഒരു വരദാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദെൻ ദ ബൗണ്ടീസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഈസ് ലിമിറ്റഡ് ഇൻ സപ്ലൈ. ഒരു കാരണവശാലും എന്താ പറയാൻ പറ്റില്ല, അത് സപ്ലൈ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വാട്ട് എവർ ബി ദ ഡിമാൻഡ് ഫോർ ലാൻഡ്, ഇറ്റ്സ് സപ്ലൈ കനോട്ട് ബി ഇൻക്രീസ്ഡ്.
In economic terms, we can say that supply of land is inelastic. One of the point, very important point, supply of ലാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഒരു കാരണവശാലും ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിൻ്റെ സപ്ലൈ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. ഇതെല്ലാം ഓൾറെഡി ഇവിടെ നിലവിലുള്ളതാണ്. അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. നമുക്ക് മറ്റുള്ള പ്രോഡക്റ്റുകൾ എടുക്കുന്ന പോലെ ഏത് സാധിക്കില്ല, ലാൻഡ് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. സോ ഇറ്റ് ഈസ് ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. അതാണ് പറയുക. സെക്കൻഡ് വൺ ഈസ്, ഫസ്റ്റ് വൺ ലാൻഡ് ഈസ് ബൗണ്ടീസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. Second one is then in economics term we can say that supply of land is inelastic in nature. Then third point is, according to David Ricardo, the productive power of land cannot be destroyed. It is true that fertility of land can be depleted due to overuse, but we can restore the fertility through proper addition of manure and fertilizer. അതായത് പ്രൊഡക്റ്റീവ് പവർ ഓഫ് ലാൻഡ് കനോട്ട് ബി ഡിസ്ട്രോയിഡ്. അതായത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പ്രൊഡക്റ്റീവ് പവറിനെ ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്കൊരു കാര്യം പറയാനായിട്ട് സാധിക്കും. ഒരു പ്ലോട്ട് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഫെർട്ടിലൈസേഴ്സൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതെന്തായി, ഇനി നമുക്ക് ആ പ്രൊഡക്റ്റിൽ ഒന്നും ആ ഒരു ലാൻഡിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലാവശ്യമായിട്ടുള്ള മിനറൽസോ ഫെർട്ടിലൈസേഴ്സോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു മണ്ണാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പെക്യൂലിയാരിറ്റീസ് ഉണ്ട് എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത് ലാൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി എന്താ പറയുക ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ടറാണെന്ന് പറയാം. ലാൻഡ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ, ദ ബൗണ്ടീസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഈസ് ലിമിറ്റഡ് ഇൻ സപ്ലൈ. ദെൻ ഡേവിഡ് റിക്കോർഡിൻ്റെ അഭിപ്രായത്തിൽ പ്രൊഡക്റ്റീവ് പവർ ഓഫ് ലാൻഡ് കനോട്ട് ബി ഡിസ്ട്രോയിഡ്. ലാൻഡിൻ്റെ പ്രൊഡക്റ്റീവ് പവർ നമുക്ക് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കില്ല. ലാൻഡ് കനോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നാച്ചുറൽ ഫാക്ടേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ് കനോട്ട് be shifted to other place, though water can be taken from one place to another, but land can be used for different purposes, though its suitability differ from place to place. അതായത് ഒരു കാരണവശാൽ ഇറ്റ് ഈസ് ഇമ്മൂവബിൾ. ലാൻഡ് കനോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മളിപ്പോൾ മറ്റുള്ള ഫാക്ടേഴ്സ് പറയുന്നുണ്ട്, അതായത് ലേബർ പറയുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ പറയുന്നുണ്ട്, മറ്റെല്ലാ റിസോഴ്സസും പോലെ തന്നെ ഇതിൻ്റെ ഒരു ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ലാൻഡ് കനോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. The next one is, land is a specific factor of production as it does not produce result until the otherwise human effort is applied to it. Land also varies in its fertility and quality. Land is a specific factor of production as it does not produce anything result until and otherwise human effort is applied. ഒരു ഹ്യൂമൻ ഇഫർട്ട് ഇല്ലാതെ ആ ലാൻഡിൽ നമുക്ക് ഒരു കാരണവശാലും പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് ആ ഭൂമി വെറുതെ ഇങ്ങനെ കിടക്കുള്ളൂ, അത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നില്ല. ലാൻഡ് അവിടെ നമ്മൾ പറയുന്ന അവിടെ എന്ത് ആവശ്യമാണ്, ഹ്യൂമൻ ഇഫർട്ട് ഈസ് അപ്ലൈഡ്. അവിടെ ഹ്യൂമൻ ഇഫർട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ലാൻഡ് ഓൾസോ വാരീസ് ഇൻ ഇറ്റ്സ് ഫെർട്ടിലിറ്റി ആൻഡ് ക്വാളിറ്റി. ലാൻഡ് ഓൾസോ വാരീസ്. ലാൻഡ് വാരി ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. ലാൻഡ് വാരീസ് ഇൻ ഇറ്റ്സ് ഫെർട്ടിലിറ്റി ആൻഡ് ക്വാളിറ്റി. അതിൻ്റെ ഫെർട്ടിലിറ്റിയിലോ ക്വാളിറ്റിയിലോ എന്ത് വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലാൻഡ് ഈസ് ഓൾസോ വാരീസ് ഇൻ ഫെർട്ടിലിറ്റി ആൻഡ് ക്വാളിറ്റി. അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അത്രയും മനസ്സിലാക്കാനുള്ളൂ. ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താ, ലാൻഡ് റെഫേഴ്സ് ടു ഗിഫ്റ്റ് ഓഫ് നേച്ചർ, സർഫേസ് ഓഫ് സോയിൽ, വാട്ടർ, സൺഷൈൻ ആൻഡ് മിനറൽസ് ബിലോ ദ സർഫേസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ലാൻഡ്. ഇതെല്ലാം നമുക്ക് ലാൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ പറ്റും. ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്, ലാൻഡ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. Then the supply of land is inelastic in nature. Then productive power of land cannot be destroyed, and land cannot be shifted from one place to another, so it is a immovable. Land is a specific factor of production as it does not produce any result until and otherwise human effort is applied. Then second one is അപ്പോൾ ലാൻഡ് എന്താണെന്ന് മനസ്സിലായി. Then second point is what is meant by ലേബർ. അപ്പോൾ ലാൻഡ് എടുത്തു കഴിഞ്ഞു. സെക്കൻഡ് വൺ ഈസ് ലേബർ. വാട്ട് ഈസ് മെന്റ് ബൈ ലേബർ? ലേബർ ഈസ് ദ exertion of body or mind undergone for a reward. Labor can be physical or mental, intellectual labor.
വർക്ക് ഡൺ ആസ് ഹോബി ഈസ് നോട്ട് ലേബർ ഇൻ എക്കണോമിക്സ്. ഇവിടെ ലേബർ ഈസ് ദ എക്സെഷൻ ഓഫ് ബോഡി ഓർ മൈൻഡ് അണ്ടർഗോൺ ഫോർ എ റിവാർഡ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലത്തിന് വേണ്ടി കായികമായിട്ട് നമ്മൾ അധ്വാനിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ കൊടുക്കുക, അത് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ലേബേഴ്സ് ആയിരിക്കും, സ്കില്ലായിരിക്കും. നമുക്കുള്ള സ്കില്ല് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാം, മാൻ പവർ നമുക്ക് ചിലപ്പോൾ കായികമായിട്ട് അധ്വാനിച്ചുകൊണ്ട് പണിയെടുക്കേണ്ടതായിട്ട് വരും, അതും ലേബർ എന്നുള്ള. അപ്പോൾ ലേബർ എന്ന് പറയുമ്പോൾ ലേബർ ഇസ് ദ എക്സെഷൻ ഓഫ് ബോഡി ഓർ മൈൻഡ് അണ്ടർഗോൺ ഫോർ എ റിവാർഡ്. ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സർവീസസിനെയാണ്, ഹ്യൂമൻ ഇഫർട്ടിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. ലേബർ ക്യാൻ ബി ഫിസിക്കൽ ഓർ മെൻ്റൽ ഓർ ഇൻ്റലക്ച്വൽ ലേബർ. ലേബർ എന്ന് പറയുന്ന ടേമിൽ ലേബർ ക്യാൻ ബി ഫിസിക്കൽ ഓർ മെൻ്റൽ ഓർ ഇൻ്റലക്ച്വൽ ലേബർ. വർക്ക് ഡൺ ആസ് ഹോബി ഈസ് നോട്ട് എ ലേബർ ഇൻ എക്കണോമിക്സ്. സാധാരണ രീതിയിൽ നമുക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്തായിട്ട് പറയാൻ പറ്റില്ല, ലേബർ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് അണ്ടർഗോൺ ഫോർ എ റിവാർഡ്. നമ്മൾ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സർവീസസ്, അതൊരു നമ്മളവിടെ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഓരോ ഇൻഡിവിജ്വൽസും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായിട്ടുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. തക്കതായിട്ടുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് അവിടെ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ലേബർ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബർ. ലേബറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ലേബർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലേബർ ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ എഫേർട്ട്. അതായത് മറ്റുള്ള ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫീച്ചർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബർ. ലേബർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് ലേബർ. ലേബർ ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ എഫേർട്ട്. ലേബർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻ എഫർട്ട്. ലേബർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ എഫർട്ടുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. വൈൽ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡു നോട്ട് ഹാവ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ഹ്യൂമൻ എഫർട്ട്. സോ certain human and psychological considerations play an important role in labor. Such considerations are not relevant in other factor of production. So certain human and psychological consideration play an important role in labor. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേബർ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ പോലെയോ മെഷീനറീസ് പോലെയൊന്നും നമുക്ക് ഏതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല, ലേബറിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ സെർട്ടൻ ഹ്യൂമൻ ആൻഡ് സൈക്കോളജിക്കൽ കൺസിഡറേഷൻ, അതായത് സൈക്കോളജിക്കൽ കൺസിഡറേഷൻ നമുക്ക് ലേബറിലേക്ക് ആവശ്യമാണ്. സച്ച് കൺസിഡറേഷൻസ് ആർ നോട്ട് റിലവൻറ്റ് ഇൻ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ലേബറിലെ ഫസ്റ്റ് ഫീച്ചർ എന്താ പറഞ്ഞത്, ലേബർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലേബർ ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ എഫേർട്ട്. സോ certain human and psychological considerations play an important role in labors. Second point is labor is highly perishable. Labor is highly perishable. A day's labor that is lost cannot be completely recovered with extra work on other days. So a laborer cannot store his labor for future. Hence he has no reserve price for labor. Labor is highly perishable ആണ്. പെരിഷബിൾ ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഹൈലി പെരിഷബിൾ എന്ന് പറയാനുള്ള കാരണം, എ ഡേയ്സ് ലേബർ ദാറ്റ് ഈസ് ലോസ്റ്റ് കനോട്ട് ബി കംപ്ലീറ്റഡ് റിക്കവേർഡ് വിത്ത് എക്സ്ട്രാ വർക്ക് ഓർ ഓൺ അതർ ഡേയ്സ്. അതായത് ഒരു ലേബറുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് അന്ന് മാത്രമാണ് കിട്ടുള്ളൂ അതിൽ. സോ ഇറ്റ് ഈസ് പെരിഷബിൾ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സർവീസ് പിന്നെ നമുക്ക് ഓവർ ടൈം ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ദിവസം ലഭിക്കുക എന്നുള്ളതാണ്. എ ഡേയ്സ് ദാറ്റ് ഈസ് ലോസ്റ്റ് കനോട്ട് ബി, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സർവീസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അന്ന് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല, അത് വേറൊരു ദിവസമാണ്. പിന്നെ എക്സ്ട്രാ വർക്ക് ഓൺ അതർ ഡേയ്സ്. സോ ലേബറർ കനോട്ട് ബി സ്റ്റോർ ഇൻ ലേബർ ഫോർ ഫ്യൂച്ചർ. ഒരിക്കലും നമുക്ക് ഈ ലേബർ നമുക്ക് ഇത് ഇന്ന് എടുക്കേണ്ട നാളെ എടുക്കാം എന്നൊന്നും കരുതിയിട്ട് മെറ്റീരിയലും കാത്തു വയ്ക്കുന്ന പോലെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ് ഈസ് പെരിഷബിൾ ഇൻ നേച്ചർ. Labor is inseparable from the laborer. That means labor can be sold but not the laborer. അതായത് ലേബർ എന്ന് പറയുന്നത് ഒരു ലേബറർ അയാളിൽ നിന്ന് കിട്ടുന്ന സർവീസാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസെപ്പറബിൾ. അതായത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസ് അയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേ സർവീസ് തന്നെ മറ്റൊരാൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അതുപോലെയുള്ള സർവീസ് ആയിരിക്കില്ല എന്ന്. സോ ലേബർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദി ലേബറർ.
ലേബറിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. വേണമെങ്കിൽ നമുക്ക് ഇന്നൊരാളെ ലേബർ ആയിട്ടും വെക്കാം, പക്ഷേ വേറൊരാളെ നമുക്ക് വെക്കാം, പക്ഷെ തീർച്ചയായിട്ടും അതെന്താണ്, അത് സെപ്പറേറ്റ് തന്നെയായിരിക്കും. സോ ലേബർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദി ലേബറർ. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് ലേബർ പവർ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ലേബർ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, വ്യക്തികൾ തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ പർട്ടിക്കുലർ ലേബർ പവർ എക്സിബിറ്റഡ് ബൈ ദി ലേബറേഴ്സ്. ലേബേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, പലതരത്തിലുള്ള ലേബേഴ്സ് ഉണ്ടായിരിക്കാം. ദാറ്റ് ഈസ് സ്കിൽഡ് ലേബേഴ്സ്, സെമി സ്കിൽഡ് ലേബേഴ്സ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള ലേബേഴ്സ് ആവാം? സ്കിൽഡ് ലേബേഴ്സ്, സെമി സ്കിൽഡ് ലേബേഴ്സ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സ്. ലേബർ പവർ ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ സ്ട്രെങ്ത്, എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് മോട്ടിവേഷൻ ഓഫ് വർക്കേഴ്സ്. അതായത് ലേബർ പവർ എന്ന് പറയുന്നത്, ലേബർ പവർ ഡിപ്പെൻഡ്സ് ഓൺ, ലേബർ പവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ലേബർ പവർ ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ സ്ട്രെങ്ത്, എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് മോട്ടിവേഷൻ ഓഫ് വർക്കേഴ്സ്. Then fifth point is all labor need not be productive because all human effort need not produce result. അടുത്ത പോയിന്റിൽ പറയുന്നത് all labor need not be productive because all human effort need not be produce result. എല്ലാ ഹ്യൂമൻ ഇഫർട്ടും എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നില്ല. all labor need not be productive because all human effort need not produce result. എല്ലാം ഒരേപോലെ തന്നെ റിസൾട്ടിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. The next one is a laborer individually has only weak bargaining power because the laborer is economically weak, whereas the employer is economically powerful. ലേബറെ സംബന്ധിച്ചിടത്തോളം ലേബർ ഈസ് എക്കണോമിക്കലി വീക്ക് ആയിരിക്കും, പക്ഷേ എംപ്ലോയർ ഈസ് എക്കണോമിക്കലി പവർഫുൾ ആണ്. ബട്ട് ട്രേഡ് യൂണിയൻസ് ഹാവ് എൻഹാൻസ് ദ ബാർഗൈനിങ് പവർ ഓഫ് ലേബേഴ്സ്. ഇപ്പോൾ ലേബറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്കലി വീക്കർ ആയിരിക്കും ലേബേഴ്സ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ അവിടെ എംപ്ലോയർ എന്ന് പറയുന്നത് ഹൈലി എന്തായിരിക്കും? എംപ്ലോയർ എന്ന് പറയുന്നത് എക്കണോമിക് പവറുള്ളൊരു വ്യക്തിയായിരിക്കും എംപ്ലോയർ എന്ന് പറയുന്നത്. എംപ്ലോയി അതായത് ലേബർ എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കായിരിക്കും. ബട്ട് ട്രേഡ് യൂണിയൻസ് ഹാവ് എൻഹാൻസ് ദ ബാർഗൈനിങ് പവർ ഓഫ് ലേബേഴ്സ്. ട്രേഡ് യൂണിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലേബേഴ്സിന് വേണ്ടി സംസാരിക്കുന്നത് ആരായിരിക്കും? ട്രേഡ് യൂണിയൻസ് ആയിരിക്കും. Then last point is laborer makes a choice between hours of labor and hours of rest. There is a direct relationship between supply of labor and rate of wages. അതുകൊണ്ട് തന്നെ ഒരു ലേബറെ സംബന്ധിച്ചിടത്തോളം അത് ഹ്യൂമൻ എഫർട്ട് ആയതുകൊണ്ട് എത്ര സമയം പണിയെടുക്കണമെന്നും എത്ര സമയം റെസ്റ്റ് ചെയ്യണമെന്നും വ്യക്തമായിട്ടുള്ളൊരു കണക്കുണ്ടായിരിക്കും. There is a direct relation between supply of labor and rate of wages. അതായത് അവിടെ എത്ര മണിക്കൂർ പണിയെടുക്കുന്നുണ്ടോ അതിന് എത്ര വേജസ് ആണ് എന്ന് പറയുന്നതിൽ 5 മണിക്കൂറാണെങ്കിൽ ഇത്ര, 6 മണിക്കൂറാണെങ്കിൽ ഇത്ര. അപ്പോൾ ദെൻ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് അവിടെ. ഇത് വേജസും ലേബർ ഹവേഴ്സും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആസ് വേജ് റേറ്റ് ഇൻക്രീസസ് ലേബർ സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. വേജ് റേറ്റ് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ദെൻ അവിടെ ലേബർ സർവീസസും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. But beyond the level of income, the labor reduce supply of labor and increase hours rest. അതായത് ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ലേബർ അവേഴ്സ് കുറയുകയും റെസ്റ്റ് ടൈം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഹി ഓർ ഷീ പ്രിഫേഴ്സ് മോർ ലെഷർ ടു മോർ ഇൻകം. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക എന്തായിരിക്കും? ഹി ഓർ ഷീ പ്രിഫേഴ്സ് മോർ ലെഷർ ടു മോർ ഇൻകം. 2 ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലാൻഡ്, സെക്കൻഡ് വൺ ഈസ് ലേബർ. Then third point is capital. What is meant by capital? Capital is a man-made instrument for production. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള man-made ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? Capital is the man-made instrument for production. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. That is other than land that is used for future production is capital. ഫാക്ടറി, പ്ലാന്റ് ആൻഡ് മെഷീനറി ആർ ക്യാപിറ്റൽ. ഫാക്ടറിയിലെ പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഹെഡിലാണ് വരിക. ക്യാപിറ്റൽ ഫോർമേഷൻ ടേക്ക് പ്ലേസ് വെൻ സേവിങ്സ് ആർ മൊബിലൈസ്ഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ മോഡേൺ എക്കണോമിക്സ് ഹ്യൂമൻ റിസോഴ്സസ് ആർ റെഫേർഡ് ടു ഹ്യൂമൻ ക്യാപിറ്റൽ. മോഡേൺ എക്കണോമിക്സിലെ ഹ്യൂമൻ റിസോഴ്സസിനെയാണ് നമ്മൾ എന്താ പറയുക? ഹ്യൂമൻ റിസോഴ്സസ് ആർ റെഫേർഡ് ടു ഹ്യൂമൻ ക്യാപിറ്റൽ. man-made instrument is called as capital. Stages of capital formation. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ സമാഹരിക്കുക? ദെൻ അതിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഗോസ് ത്രൂ 3 stages. That is, first one is savings,
Second one is mobilization of savings and third one is investment. മൂന്ന് തരത്തിലാണ് capital formation. First one is savings. Second one is mobilization of savings and third one is investment. Then savings excess of income over expenditure is savings. Excess of income over expenditure is called as savings. Savings depends upon the ability to save and willingness to save. അതായത് നമ്മളൊരു ക്യാപിറ്റൽ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുക? സോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാൻ മെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാൻ മെയ്ഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ റിസോഴ്സസിനെയും നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും? ക്യാപിറ്റൽ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സേവിങ്സിൽ ഫസ്റ്റ് പറയുന്നത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് സേവിങ്സ്. സേവിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ എബിലിറ്റി ടു സേവ് ആൻഡ് വില്ലിങ്നെസ് ടു സേവ്. സേവിങ്സ് എന്ന് പറയുന്നത് സേവിങ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ടു സേവ് ആൻഡ് വില്ലിങ്നെസ് ടു സേവ്. അതായത് സേവ് ചെയ്യാനുള്ള നമ്മുടെ കഴിവും അതിനുള്ള വില്ലിങ്നെസ്സും. സേവിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ എബിലിറ്റി ടു സേവ് ആൻഡ് വില്ലിങ്നെസ് ടു സേവ്. എബിലിറ്റി ടു സേവ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് ഇൻകം. ആസ് ഇൻകം ഇൻക്രീസസ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. സേവിങ്സ് ഓൾസോ ഇൻക്രീസസ്. അവിടെ എബിലിറ്റി ടു സേവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെവൽ ഓഫ് ഇൻകം. അതായത് നമുക്ക് സേവിങ്സിനുള്ള എബിലിറ്റി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ലെവൽ ഓഫ് ഇൻകം വെച്ച് നോക്കിയിട്ടാണ്. ആസ് ഇൻകം ഇൻക്രീസസ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. Other things remaining the same, so savings also increases. Then next, willingness to save depends on variety of factors like attitude of individual and the social security system of prevailing in the country. Some individuals groups are very conservative in their expenditure and highly concerned about the future. On the contrary, some individuals groups are very lavish in their expenditure and not much concerned about the future. Therefore, the savings of the former will be high and that of the later will be low. Next, social security is an important determinant of savings. In countries with cradle to grave social security system, savings are low since people know that the system will take care of them during sickness and old age. In economics, developed saving increases, but in rich countries with comprehensive social security systems, savings decline. This is the reason why China and India have a much higher savings rate than the USA. Then first നമുക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ അവിടെ സേവിങ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ ഈസ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. എങ്ങനെയാണ് സേവിങ് മൊബിലൈസ് ചെയ്യുക? ഇഫ് സേവിങ്സ് ആർ ടു ബിക്കം ക്യാപിറ്റൽ ദേ ഹാവ് ടു ബി മൊബിലൈസ്ഡ്. Mobilization of savings is done by financial system. The money market and the capital market mobilizes the savings of the economy and make it available for investment. Next one is investment. Capital formation is completed when savings are mobilized and converted into productive capital assets. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് കംപ്ലീറ്റഡ് when savings are mobilized and converted to productive capital assets. The next one is organization. Organization എന്ന് പറയുന്നത് അവിടെ എൻ്റർപ്രണർഷിപ്പ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ what are the resources used for production, that is called as factories of production. Then fourth point is organization. അപ്പോൾ ലാൻഡ് ആവശ്യമാണ്, ലേബർ ആവശ്യമാണ്, ക്യാപിറ്റൽ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇതെല്ലാം സംയോജിപ്പിക്കാനായിട്ട് ലാൻഡും ലേബറും ക്യാപിറ്റലും കൂടെ സംയോജിപ്പിക്കാനായിട്ട് നമുക്കവിടെ എന്താവശ്യമാണ്? ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണ്. ഓർഗനൈസേഷൻ ബ്രിങ്സ് ഓൾ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടുഗെദർ ആൻഡ് ഇനീഷ്യേറ്റ്സ് പ്രൊഡക്ഷൻ. The factors of production are rewarded for their contribution in production. Land get rent, labor get wages, capital get interest and organization receives profit. Then organization brings all other factors production together and initiate production. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മറ്റെല്ലാ ഫാക്ടേഴ്സിനെയും കൊണ്ടുവരികയും അതേസമയം എന്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു? ദെൻ ആൻഡ് ഇനീഷ്യേറ്റ്സ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനെ ഇനീഷ്യേഷൻ എടുക്കുകയും ചെയ്യുന്നു. ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആർ റിവാർഡഡ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ പ്രൊഡക്ഷൻ. ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ആർ റിവാർഡഡ്, ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ആർ റിവാർഡഡ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ പ്രൊഡക്ഷൻ. ലാൻഡ് ഗെറ്റ് റെൻറ്റ്, ലേബർ ഗെറ്റ് വേജസ്. അതായത് ഓരോന്നിനും ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ റിവാർഡഡ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ പ്രൊഡക്ഷൻ. ഓരോ
ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ പറ്റില്ല. ഓരോ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ റിസോഴ്സസിനൊക്കെ തുല്യമായിട്ടുള്ള പ്രതിഫലം കൊടുത്തിരിക്കണം. ലാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ലേബറാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ലേബറിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, വേജസ് കൊടുത്തിരിക്കണം. അതേസമയം തന്നെ ക്യാപിറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ഓർഗനൈസേഷൻ, ഇതെല്ലാം സംയോജിപ്പിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ റിസീവ്സ് പ്രോഫിറ്റ്. ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് പ്രോഫിറ്റ് കൂടെ കിട്ടിയിരിക്കണം. അപ്പോൾ അവിടെ 3 തരത്തിലാണ് പറയുക. ലാൻഡ് ഗെറ്റ് റെൻറ്റ്, ലേബർ ഗെറ്റ്സ് വേജസ്, ക്യാപിറ്റൽ ഗെറ്റ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ഓർഗനൈസേഷൻ റിസീവ്സ് പ്രോഫിറ്റ്. The factor which mobilizes land, labor and capital, combines them in the right proportion and initiates the process of production is known as organizer or entrepreneur. അവിടെ the factor which mobilizes, ഒരു ഫാക്ടർ എന്ന് പറയുന്നത് the factor which mobilizes land, labor and capital, combines them in the right proportion and initiates the process of production is known as organizer or entrepreneur. അവിടെ ആരെയാണ് നമ്മൾ entrepreneur or organizer എന്ന് പറയുന്നത്? ഓർഗനൈസർ എന്ന് പറയുന്നത് then the factor which mobilizes, ഏത് ഫാക്ടറാണോ the factor which mobilizes ലാൻഡ് കൊണ്ടുവന്നു, ലേബർ കൊണ്ടുവന്നു, ക്യാപിറ്റൽ കൊണ്ടുവന്നു ആൻഡ് കമ്പൈൻസ്, ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചു. ആൻഡ് റൈറ്റ് പ്രൊപ്പോർഷൻ, ലേബർ ആവശ്യത്തിന് മാത്രം, ക്യാപിറ്റൽ ആവശ്യത്തിന് മാത്രം, ലാൻഡും എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ അതെന്ത് ചെയ്തിരിക്കുന്നു, ദെൻ കമ്പൈൻ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, എന്നിട്ട് പ്രൊഡക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആൻഡ് ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ് ഓർഗനൈസർ ഓർ എൻട്രപ്രണർ. ആ ഒരു വ്യക്തിയെ നമുക്ക് എന്ത് പറയാം, ഓർഗനൈസർ ഓർ എൻട്രപ്രണർ എന്ന് പറയാം. ദെൻ അതിന് നമുക്ക് ഓർഗനൈസേഷൻ എന്നുള്ള പേരിൽ അറിയാം. ഫങ്ഷൻസ് ഓഫ് ആൻ എൻട്രപ്രണർ, അങ്ങനെയാണെങ്കിൽ ഒരു എൻട്രപ്രണർ ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കോർഡിനേറ്റ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഈ പറയുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റിംഗ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ, എൻട്രപ്രണർ പെർഫോംസ് ദ ഫോളോയിങ് ഫങ്ഷൻ. ഫസ്റ്റ് വൺ ഈസ് coordinates the factor of production. Coordinate the factor of production. It is the entrepreneur who coordinate the other factor of production as land, labor and capital. He or she has to identify land, arrange capital and recruit appropriate labor for production. അവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ എൻട്രപ്രണർ ഹൂ കോർഡിനേറ്റ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. വേഴ്സ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, ഹി ഹാസ് ഐഡൻറ്റിഫൈ ദ ലാൻഡ്, അതായത് ആരാണോ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു സംഘടനയാണ്. ദെൻ ആ ഒരു ഓർഗനൈസേഷനിൽ ദെൻ എന്ത് ചെയ്യുന്നു, ആ എൻട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, അവിടെ ഹി ഓർ ഷീ ഹാസ് ടു ഐഡൻറ്റിഫൈ ലാൻഡ്, അറേഞ്ച് ക്യാപിറ്റൽ ആൻഡ് റിക്രൂട്ട് അപ്രോപ്രിയേറ്റ് ലേബർ ഫോർ പ്രൊഡക്ഷൻ. The next one is reward the factor of production. Reward the factor of production. Reward for the factor of production, land, labor and capital are rent, wages and interest. These rewards are cost to the firm. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ലാൻഡ് സംഘടിപ്പിക്കണം, ക്യാപിറ്റൽ സംഘടിപ്പിക്കണം, ലേബർ സംഘടിപ്പിക്കണം, ഇതെല്ലാം ഉപയോഗപ്പെടുത്തുകയും ഇതിനെല്ലാം പ്രതിഫലം കൊടുക്കുകയും വേണം. ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം റെൻ്റ് ആയിരിക്കാം, ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ആയിരിക്കാം, ലേബറിനെ സംബന്ധിച്ചിടത്തോളം വേജസ് ആയിരിക്കാം. എല്ലാത്തിനും റിവാർഡ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് റിവാർഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോസ്റ്റ് ഓഫ് ദ ഫേം. ഫേമിനെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, അതൊരു കോസ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുക. Then that means the reward for the factor should be good enough to attract the best factors and efficient enough to keep cost low. This important function is performed by the entrepreneur. Then third point is takes risk and bears uncertainty. ഒരു എൻട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ആ എൻട്രപ്രണർ ആരായിരിക്കണം? ടേക്ക് റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓർ ബിയർ അൺസർട്ടാനിറ്റി. റിസ്ക് ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോഴും റിസ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബിയർ അൺസർട്ടാനിറ്റി. അൺസർട്ടാനിറ്റി എന്ന് പറയുന്നത് അനിശ്ചയാവസ്ഥ. ബിസിനസ് ഇൻവോൾവ്സ് റിസ്ക്. Often profit is the reward for taking risk and bearing uncertainty. If the business decisions turns out to be correct, reward will become in the form of profit. On the other hand, if decisions go wrong, the entrepreneur has to incur loss. അങ്ങനെയാണെങ്കിൽ എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് മീൻസ് എൻ്റർപ്രണർ ഹാസ് ടു ഇൻകർ ലോസ്. അവിടെ നമുക്ക് നഷ്ടം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. 3 പോയിൻ്റാണ്. കോർഡിനേറ്റ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, റിവാർഡ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, take risk and bear uncertainty,
The next point is introduce innovations. Innovations എന്ന് പറയുമ്പോൾ മാത്രമല്ല ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം കോർഡിനേറ്റ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് റിവാർഡ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതേപോലെ തേർഡ് പോയിന്റിൽ ടേക്ക് റിസ്ക് ആൻഡ് ബിയേഴ്സ് അൺസെർട്ടാനിറ്റി. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരിക്കണം. റിസ്ക് ആൻഡ് അൺസെർട്ടാനിറ്റീസ് അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരിക്കണം. ദെൻ ഓൾസോ ഇൻട്രൊഡ്യൂസ് ഇന്നൊവേഷൻസ്. പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്താനും ഇന്നൊവേഷൻസ് കൊണ്ടുവരാനും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ജോസഫ് Scumpeter, that profit is a reward for innovations. Innovations can be commercial, introduction of new product or services, implementation of a new technique of production, use of new and cheaper raw materials, discovery of a new market, etc. Successful innovators make profit. Factors of production are sometimes classified into two: primary and secondary factor of production. Land, labor and capital are called as primary factors of production. Materials and energy are called as secondary factors since they are available derived from land and exploited with labor and capital. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ടോപ്പിക്ക് നോക്കാം. അതിനുശേഷമാണ് നമുക്ക് പ്രൊഡക്ഷൻ ഫങ്ഷൻസിലേക്കും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിലേക്കൊക്കെ നമുക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് വാട്ട് ഈസ് മെൻ ബൈ പ്രൊഡക്ഷൻ എന്നറിയാം. ബിസിനസ്സിലെ എക്കണോമിക്സിൽ അതിനുള്ള പ്രാധാന്യം എന്താണെന്ന് അറിയണം. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്. ഒരു പ്രോഡക്റ്റിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന എന്തും. നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളാവാം, ബുക്കാവാം, പെന്നാവാം, എന്തോ ആയിക്കോട്ടെ, എന്തും ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെല്ലാം തന്നെ ഏതിൻ്റെ ഒരു എഫക്റ്റാണ്, പ്രൊഡക്ഷൻ എഫക്റ്റാണ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു ഡെസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന് മരം വേണം, അതിൻ്റെ കാർപ്പൻറ്റർ വേണം, മറ്റുള്ള എക്സ്പെൻസുകൾ വേണം. ഇതെല്ലാം കൂടി ചേർന്ന് അത് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയിരിക്കണം. അതേസമയം തന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയിരിക്കണം. അതേസമയം പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയിരിക്കണം. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മാക്സിമം സാറ്റിസ്ഫാക്ഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം സാറ്റിസ്ഫാക്ഷനാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ടാർഗറ്റാണ് അവിടെ എന്ത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അതാണ് ആ പ്രൊഡക്റ്റിന് ഉണ്ടാകാവുന്നൊരു എഫക്റ്റ്. ദെൻ അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാക്സിമം ലാഭം കിട്ടിയിരിക്കണം. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുമ്പോഴാണ് അവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് MC=MR ആണ്. ഇങ്ങനെ അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് വളരെയധികം പ്രാധാന്യം എക്കണോമിക്സിൽ പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, കോസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഏതാണ് ലാഭകരമായിട്ടുള്ളത്, ഏതാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്നൊക്കെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് എന്താണ് പ്രൊഡക്ഷൻ എന്ന് മനസ്സിലായി. പ്രൊഡക്ഷൻ മീൻസ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓർ കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട്. ഓൾ ദോസ് തിങ്സ് വിച്ച് എ ഫേം ബൈസ് ആൻഡ് എംപ്ലോയ്സ് ടു പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആർ നോൺ ആസ് ഇൻപുട്ട്. ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആർ നോൺ ആസ് ഔട്ട്പുട്ട്. ഇതിന് നമുക്ക് അങ്ങനെ പറയാം. പ്രൊഡക്ഷൻ ഈസ് ദ process of producing goods and services by combining various factors of production. That is, production produces goods and services. പ്രൊഡക്ഷനിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദി ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതും നാലുമാണ് അവിടെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ? ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനിലെ ദറ്റ് ഈസ് ദ റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. Resources used in production, that is called as factors of production. Land is the one of the resources. Labor, capital. Landum, laborum, capitalum ഏത് റിസോഴ്സസ് ആണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഇതെല്ലാം സംയോജിപ്പിക്കുന്ന ഒരു എൻ്റർപ്രണർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു സംരംഭം ഉണ്ടായിരിക്കും. അതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടിച്ചേർന്നാൽ മാത്രമാണ് അവിടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കും വാട്ട് ഈസ് മീൻ ബൈ ലാൻഡ് ആൻഡ് വാട്ട് ആർ ദി പെക്യൂലിയാരിറ്റീസ് ഓഫ് ലാൻഡ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ലേബർ ആൻഡ് വാട്ട് ആർ ദി പെക്യൂലിയാരിറ്റീസ് ഓഫ് ലേബർ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ.
എന്താണ് ക്യാപിറ്റൽ, ആ ക്യാപിറ്റലിൻ്റെ പ്രത്യേകതകൾ എന്താണ്. ദെൻ ദാറ്റ് മീൻസ് നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ, ദറ്റ് ഈസ് എൻ എൻട്രപ്രണർ ഓർ എൻട്രപ്രണർഷിപ്പ്, അതിനെക്കുറിച്ചിട്ടാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. നന്നായിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ പീരീഡിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.